ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ CPM പ്രവർത്തകരുടെ ജാമ്യത്തെ എതിർത്ത് ED ഗൂഢാലോചന നടത്തിയ മുതിർന്ന നേതാക്കളെ കണ്ടെത്തിയിട്ടില്ല എന്നും ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമെന്നും ED അറസ്റ്റിലായവർക്ക് ജാമ്യം നൽകരുതെന്നും ED ഹൈക്കോടതിയിൽ വാദിച്ചു. CPM പ്രവർത്തകരുടെ ജാമ്യ ഹർജിയിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി. ഹർജികൾ നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് EDയുടെ നീക്കം. ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, എന്തുകൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ളതാണ് ഇപ്പോൾ ED വാദിക്കുന്നത്? എന്തൊക്കെ വാദങ്ങളാണ് ED മുന്നോട്ട് വെക്കുന്നത്? അക്ഷയ, അറസ്റ്റിലായ CPM പ്രവർത്തകർക്ക് ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുകയാണ് ED ഇപ്പോൾ ഹൈക്കോടതിയിൽ ചെയ്തിരിക്കുന്നവർ. രേഖാമൂലം തന്നെ ആ ജാമ്യ ഹർജികളെ എതിർത്തുകൊണ്ടുള്ള അവരുടെ എതിർ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ ED കക്ഷിയാണ്, പക്ഷേ മറ്റു ചില ഹർജികളിൽ EDയെ കക്ഷി ചേർത്തിട്ടില്ല. കക്ഷി ചേർക്കാത്ത ഹർജികളിൽ കക്ഷി ചേരാനുള്ള അപേക്ഷയും ED ഇതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്നത് ഇതിൽ ഗൂഢാലോചനക്കാരെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ്. ഈ CPM പ്രവർത്തകരെ കൊണ്ട് ഈ പണിയെടുപ്പിച്ച അല്ലെങ്കിൽ ഈ അക്രമത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ള മുതിർന്ന നേതാക്കളുണ്ട്. അവരെ കണ്ടെത്താൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന വാദമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഗുരുതര സ്വഭാവമുള്ള ഒരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രതികളെ ജാമ്യത്തിൽ ഇറങ്ങാൻ അനുവദിക്കരുത് എന്ന ആവശ്യവും അവർ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വച്ചിരിക്കുകയാണ്. നാളെയാണ് ഈ ജാമ്യ ഹർജികളിൽ വിശദമായി കോടതി വാദം കേൾക്കാൻ പോകുന്നത്. 70 ദിവസത്തിലേറെയായി ജയിലിൽ കഴിയുന്ന CPM പ്രവർത്തകരാണ് ജാമ്യ ഹർജിയുമായി കോടതിയിൽ എത്തിയിരിക്കുന്നത്. അവരുടെ ആവശ്യമെന്നത് ഇനി തങ്ങളെ ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നാണ് അവർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്രയധികം ദിവസമായതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ജാമ്യം അനുവദിക്കുന്നതിനെ ശക്തമായി എതിർത്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചാൽ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങളും EDയുടെ ആലോചനയിലുണ്ട്. ശരി ബിനിൽ, കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നു.